ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഗുഡ് ഈവനിങ്. പെറ്റ് ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കിളിക്കൂട്ടിലേക്ക് കുറച്ചുകൂടി കിളികളെ വാങ്ങാൻ പോവുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോയിട്ട് വാങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം, നമുക്ക് പോവാം. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മോനെ നമ്മൾ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്. മോൻ രാവിലെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മോനെ കൂട്ടിയിട്ടുണ്ട്. ഇതാക്കാണ് ഷോപ്പ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. ഏത് കിളീനെ വാങ്ങുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എരഞ്ഞോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, നമ്മുടെ നാട്ടിൽ തലശ്ശേരി തന്നെ. ഈ ഷോപ്പിൽ സ്റ്റെപ്പ് കയറിയിട്ട് മേലോട്ട് പോകണം, എന്നാലും സ്ഥലം. അതിൽ പോകുവാൻ വേണം. ഏതാ ഡോഗ്? പൊമേറിയ. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തി. ഇവിടെ ഒരുപാട് കിളികളുണ്ട്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്, ഡയമണ്ട് ഡവ് ഉണ്ട്, പിഞ്ചസ് ഉണ്ട്, ബംഗാളി പിഞ്ചസ് ഉണ്ട്, ജാവ ഉണ്ട്. വെറൈറ്റി ഒന്നുമില്ല കണ്ടില്ല. എങ്ങനെ കാണുമ്പോൾ എന്തിരിയാ മൂക്കിനിടെ കണ്ട തടിപ്പും റെഡ് കൂടുതലുണ്ട്. ആണിന്ത്യ ഒരു ജോഡി വെള്ളയും വാങ്ങാം അല്ലേ? ആ, എല്ലാം ഒരേ റേറ്റ് തന്നെയാ? എത്രയാ? മറ്റേത് കാണുമ്പോ ഇത് കൂടി എടുക്കല്ലേ? അത് ആൽബിനോ അങ്ങ് കണ്ടോ റെഡ്? അത് വേണ്ട, ഇത് എടുത്താൽ ഇതെങ്ങനെയുണ്ട്? നമുക്ക് രണ്ട് ആഫ്രിക്കനെയും കൂടി എടുക്കാം. ഫിൽറ്റർ ഇടാൻ പറ്റും? അറിയാ? അപ്പോൾ നമുക്ക് രണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയും കൂടി വാങ്ങാം. ഇവരെയാണ് നമ്മൾ വാങ്ങുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം നമ്മൾ രാധേൻ്റെ എല്ലാം കളറുണ്ട്. അടിപൊളി അല്ലേ? ഇത് ഫീമെയിൽ. അതൊക്കെ ഏരിയ ഒരു ഗ്യാപ്പ് കൈ കൊണ്ടോ? ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതിന്. കാണുന്ന കേട്ടോ, കാണുകയുണ്ടാവില്ല. ഇത് മെയിൽ, ഗ്യാപ്പുള്ളത് ഫീമെയിൽ. കുത്തൂത്തുള്ള എത്ര? 3000 രൂപ പേര്. ഇതോ? അത് 2800 രൂപയാണ് ഗോൾഡിയൻ. ഇത് സ്റ്റാർ, അത് അങ്ങ് വേണ്ട സ്റ്റാർ. പിന്നെ ഒരു കട്ടറോട്ട് ഉണ്ട്, കഴുത്ത് മുറിഞ്ഞ പോലത്തെ. അതാ അങ്ങുണ്ട്, കഴുത്തിന് ചോരയായിരുന്നു അങ്ങ് ലാസ്റ്റിൽ. അതിൻ്റെ പണ്ണായിട്ട് 2800 രൂപ. ഈ ഗോൾഡൻ പിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ആയിട്ട് ഇതാണ് ഗോൾഡ്. അതെ, പറക്കുന്ന പച്ച. അതിൻ്റെ ജോഡിയതാ? അതിൻ്റെ വരുന്നേ അത് അതേ ഉള്ളൂ. അത് പെണ്ണയില്ല, ആണില്ല. വരും അപ്പം വരും, അതെല്ലാം വരും. നന്നേരം എടുക്കും. ഇത് വേണം അല്ല, ഇപ്പൊ ഗോൾഡൻ ഉണ്ട്. ഗോൾഡൻ നല്ല അടുത്ത ആഴ്ച കയറാം. ആയിക്കോട്ടെ. അപ്പോൾ നമ്മളെ പക്ഷീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം. ചെറുങ്ങനെ മഴ കയറുന്നുണ്ട്. ഇന്നിനി പക്ഷീനെ കൂട്ടിലിടാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കൂട്ടിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് പക്ഷീനെ തുറന്നു വിടാം. ഓക്കെ, അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ കിളികളെല്ലാം വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കിളികളെ തുറന്നു വിടാമെന്ന് വിചാരിച്ച്. പിന്നെ അതുകൂടാതെ നമ്മൾ കിളികളെ ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മര്യാദയ്ക്ക് കാണ്ടിക്കൽ. മറ്റേത് കാർഡ്ബോർഡ് ബോക്സ് ആയിട്ട് പെട്ടെന്ന് നല്ലോണം കാണാൻ പറ്റില്ല. നമ്മൾ ജാവ ചെയ്താൽ അവ 2 വൈറ്റ് ഉണ്ട്, പിന്നെ 2 ഗ്രേ ഉണ്ട്, ഒരു ബ്ലാക്കും ഗ്രേയും കൂടി ഉണ്ട്. മൊത്തം 6 പീസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടുന്ന്.
പിന്നെ ഒരു കമൻറ്റ് വന്നായിരുന്നു നമ്മൾ വാങ്ങിക്കുന്ന കിളികളെ പൈസയും കൂടി പറയണമെന്ന്. പിന്നെ ഇതിന് ഒരു ജോഡിക്ക് 1000 രൂപയാണ് ഈ ഗ്രേയും ബ്ലാക്കും ഉള്ളതിന്. പിന്നെ ഈ വൈറ്റിനും ഈ ഗ്രേ മാത്രമുള്ളതിനും 1200 രൂപയാണ് നമ്മളെ നാട്ടിലെ പൈസ. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇതാ ഇത് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചില്ല. അവിടെ കണ്ടേരം നല്ല രസം. നമ്മളെ ഏകദേശം രാജുവിനെ പോലത്തെ ഉണ്ട്, നമ്മളെ രാധേനെ പോലെ തന്നെ ഇത് കാണാൻ. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. പിന്നെ നല്ല രസം തോന്നിയിട്ട് നമ്മളിതിനെ വാങ്ങിച്ചതാണ്. ഇതിന് നമ്മൾ കൂട്ടിലേക്ക് ഇന്ന് തുറന്നു വിടും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ജോഡിക്ക് 2000 രൂപയാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ കാണുന്ന ആളുടെ നാട്ടിൽ എങ്ങനെയാണ് റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂട്ടിനകത്ത് കയറാം. ബാ മക്കളെ ബാ. അത് ഞാനിത് അടക്കട്ടെ. ഇതാ മിട്ടുവിൻ്റെ ആദ്യം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. കീ ബാ നമ്മൾ തുറന്നിട്ട് ഇത് രാധേൻ്റെ ഇവിടെ തന്നെ. ഇതാ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ രാധ ഇതാ ഇന്നെ പോലെ തന്നെ ഉണ്ടല്ലോ രാധേ. മിട്ടു ഇതാരാ? മിട്ടു ഇതാരാ? നിങ്ങളെ പോലെ തന്നെ 2 ആൾ വന്നിന്. ഓ രാധയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തുറന്നു വിടുമ്പോൾ നമുക്ക് വേറൊരു കമൻറ്റ് വന്നായിരുന്നു. ഈ ലവ് ബേർഡ്സിനൊക്കെ കുറച്ച് തേങ്ങേൻ്റെ ചകരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ കൂട് കൂട്ടിക്കൊള്ളുന്നു പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുറച്ച് ചകരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൂട്ടിലേക്ക് കൊണ്ടുപോയിടട്ടെ ആദ്യം കുറച്ച്. അപ്പം ഞാനത് എടുത്തിട്ട് വരാം. ഇവിടെ ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ചകരി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉതിർത്തി വെച്ചിട്ടുണ്ട്. ലവ് ബേർഡ്സ് എല്ലാം ഇപ്പം നമ്മളെ കൂട്ടിനകത്ത് കയറുന്നുണ്ട്. മുട്ടയുടെ ചെറിയൊരു പരിപാടിയിലാണ്. ആര്? രാധ എന്തിനാ ഉപദ്രവിക്കുന്നതിനാ? പാവല്ലേ ഇന്നെപ്പോലെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. നിങ്ങളിങ്ങനെ നിലത്തൊന്നും ഇറങ്ങാനില്ലല്ലോ, ഇതെന്താ പറ്റിയേ? അപ്പോൾ ഈ ചകരി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാരമില്ല, രാധക്കാ കൊട്ടുകൊണ്ടേ. രാധ ഇതിനെ കൊത്തുന്ന വിചാരിച്ച് രാധക്ക് നല്ലോണം കൊത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേരി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവരെന്നെ എടുത്തിട്ട് കൂട്ടിൽ കൊണ്ടുവച്ചോട്ടെ. പിന്നെ മരത്തിൻ്റെ അവിടെയോ ഇപ്പം എന്തായാലും മഴയത്ത് എന്തായാലും മരത്തിൻ്റെ അവിടെയൊന്നും കൂട് കൂട്ടാൻ ചാൻസ് ഇല്ല. ഇതെല്ലാം ഇവിടെ നിന്നോട്ടെ, ഇവർ തന്നെ എടുത്തോട്ടെ. പിന്നെ തുറന്നു വിടാം നമുക്ക്. ഇതാരാ? മിട്ടോ അതെയാ? അപ്പം ആദ്യം നമുക്ക് ജാവേനെ തുറന്നു വിടാം. ഇത് കാണുമ്പോൾ ചെറിയ ഫിഞ്ചസിനെ പോലെ തന്നെ ഉണ്ടല്ലേ. ആരെങ്കിലും വരുന്നാ? നമ്മളെ മോനുണ്ട് വന്നിട്ട്, പോനെയും കൂടെ കത്തിയേറ്റ. വാ എന്നാലും അത് തുറന്നോ. അവിടെ കച്ചം തുറന്നില്ല, പൂട്ടിയിട്ടാണ്. ബാക്കി കയറിക്കോ. ഇതെന്നാ ഇത് കളിച്ചാനാ? പിന്നെ ഇവരെ നമുക്ക് തുറന്നു വിടാം. ആദ്യം ഞാൻ ഒന്നിനെ പിടിച്ച് കാണിച്ചു തരാം. ഏകദേശം നമ്മളെ ചെറിയ ഫിഞ്ചസിനെ പോലെ തന്നെ ഉണ്ട്. വാ. ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പിന്നെ നമ്മളിത് വാങ്ങിച്ച വീഡിയോ ഒന്ന് പോയാൽ ആ ചേട്ടൻ ഇങ്ങനെയാണ് പിടിക്കുന്നുണ്ട്. വേറൊരു കമൻറ്റ് വന്നത് പക്ഷികളെല്ലാം ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, മെല്ലെ പിടിക്കണം അതേപോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ആണും പെണ്ണും എങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ കൊക്കിൻ്റെ ഇവിടെ നല്ല ഡാർക്ക് വരുന്നതെങ്കിൽ മെയിലും കുറച്ച് ലൈറ്റായിട്ട് വരുന്നതെങ്കിൽ ഫീമെയിൽ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നെ. പിന്നെ പറത്തട്ടെ, പിന്നെ പറത്തി വിട്ടോ എന്നാൽ പോയിക്കോ. പോയി എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ലതാ. അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കൊക്കട്ടയിലുണ്ട്, അവിടെ തന്നെ നിൽക്കുന്നത്. കൊക്കട്ടയിലിൻ്റെ ഏരിയയിൽ തന്നെ അവിടെ പോയിട്ട് ആണിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി ആൾക്കാരെയും കൂടി ഇതിന് തുറന്നു വിടും. ഇവരിപ്പോൾ എല്ലാവരും ഒരേപോലെയല്ലേ. ഇനി ബാക്കിയിലാണെങ്കിൽ തുറന്നു വിടാലോ. ബാ പിടി മോനച്ഛൻ തുറക്കട്ടെ. മോനെ കളിച്ചാൽ അങ്ങോട്ട് പിടിച്ചോ. അപ്പോൾ അടുത്താളെയും കൂടി ഞാൻ പിടിക്കുന്നുണ്ട്. ഇവിടെ നല്ല വറക്കല. ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട്.
അതും വൈറ്റ് തന്നെയാണ് കിട്ടിയ. പോയിക്കോട്ടാ, പറഞ്ഞോ. ഓ, പെട്ടെന്ന് പോയിട്ട് അടിക്കുന്നുണ്ട്, നെറ്റാൻ തിരിയാത്തോണ്ട്. അപ്പൊ അടുത്താളെയും കൂടി പിടിക്കാം മക. അപ്പൊ അടുത്താളെ കിട്ടിയിട്ടുണ്ട്. ഇത് ബ്ലാക്കും കുറച്ച് ബ്രൗൺ കളർ, സ്ലേറ്റ് കളർ പോലത്തെയുള്ള. പോയിക്കോ, അതും അങ്ങ് പോയി. ബാക്കിയുള്ള ആളെയും കൂടി ഞാൻ പിടിച്ചിറക്കട്ടെ. പറഞ്ഞോ പറഞ്ഞോ, തുറന്നടാ. ഇനി രണ്ടാളും കൂടിയുള്ളൂ. ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പോയിക്കോ. ഇതാരാ? രാധയാ? രാധയാ? ലാസ്റ്റത്തെ ആളാണ്. ഇതും കൂടി നമുക്ക് പിടിക്കാം. അപ്പോൾ ലാസ്റ്റ് പീസാണ്. പിന്നെ ഇതിന് നല്ല രസമുണ്ട് കാണാം. ഈ ബ്ലാക്ക് കളറിലും കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റും, ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു വേറെ കളറ്. ചുണ്ടിന് അങ്ങനെ ഒരു ലൈറ്റ് റെഡ് കളറും വരുന്നുണ്ട്. പോയിക്കോ പോയിക്കോ, പോകുന്നില്ലേ? ആ പോയി. തൂങ്ങിക്കിടക്കുന്നൊക്കെ അവിടെ. അപ്പം നമുക്ക് ഇനി നമ്മളെ പുതിയ വാങ്ങിയ ആഫ്രിക്കൻ ലവ് ബേർഡ്സും കൂടി തുറന്ന് വിടാം. ഇതാ രാജുവും വിട്ടു ഇതിൻ്റെ തന്നെ ഉണ്ട് പുതിയ ആൾക്കാരെ കണ്ടിട്ട്. എന്നാ കൂട് പൊട്ടിക്കുന്ന എന്താ വിട്ടോ? പക്ഷെ പിടിച്ചോളൂ. ഇവിടെ കരച്ചലൊക്കെയാ. മേടാ മുറ്റം ഇങ്ങനെ നോക്കുന്നത്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിലും ഫീമെയിലും നോക്കി ഇവിടെ തൊട്ട് നോക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഓട്ടയുണ്ട്, അത് ഫീമെയിലും. പിന്നെ ഒരു എല്ല് തടയുന്ന പോലെയെങ്കിൽ മെയിലും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കടിക്കുന്നുണ്ട് കേട്ടോ ചെറുങ്ങനെ. നല്ല രസമുണ്ട്. ഏകദേശം നമ്മുടെ രാധ തന്നെയല്ലേ പറഞ്ഞേ. ഇവിടെ റെഡും പിന്നെ ഇതിൻ്റെ ചുണ്ട് കണ്ട ഫുള്ള് നല്ല റെഡാണ്. കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഐ ആണ്, നല്ല ഗ്രീൻ. ബാക്കിയെല്ലാം നല്ല ഗ്രീൻ കളറാണ്. കിട്ടോ രാധ? ഇതാരാ 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 വന്നേ? ഇതാരാണ്? ഇതാരാ? രാധേനെ കൊത്തേനെ നോക്കുന്നേ. രാധ ഇന്നെ കൊത്തേനെ നോക്കുന്നേ. ഓ, അത് നമുക്ക് ഇന്നെ പറത്തി വിടാം. പോയിക്കോളാ, പോയിക്കോ പോയിക്കോ. ആ പോയി. ഓ, എല്ലാവരും നെറ്റും മേലെ നിൽക്കുന്നത്. പോയി അവിടുന്ന് ആളിവിടെ പോയി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്താളെയും കൂടി പിടിക്കാലോ. ബാ, അപ്പൊ അടുത്താളെയും കൂടി പിടിക്കാം നമുക്ക്. പിടിക്കൽ കുറച്ച് ടാസ്ക് ആട്ടോ. അപ്പൊ അടുത്താളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സെയിം തന്നെ. നമുക്ക് മെയിലും ഫീമെയിലും പെട്ടെന്ന് കണ്ടാൽ അങ്ങനെ തിരിയൊന്നുമില്ല. റെഡ് ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പോയിക്കോട്ടെ, അനിതാ കൂടുകട്ടാ. അതെ വേറെ ഇത് മിട്ടോ വിട്ടു തരാ പോയിക്കോട്ടോ. അവനെ മേലെ അവിടെ തന്നെ പോയിക്കോ. വിട്ടോ ഇതെന്തിനാ വയ്യെന്നെ വന്ന് വിട്ടു? വിട്ടുവിന് ഇഷ്ടപ്പെട്ടൊന്നുമല്ലോ. രണ്ടിനും ഒരേപോലെ ഉണ്ടല്ലോ. വിട്ടുവിന് സ്ഥിര സ്ഥലം. രണ്ടാൾ ഏകദേശം ഒരേപോലെ ഉണ്ട് ഇവരെ കാണാൻ. വിട്ടുവിന്റെ കുട്ടീനെ പോലെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പുതിയ കിളികളെ അയച്ചു വിട്ടിട്ടുണ്ട്. വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൂട്ടിൽ ആദ്യത്തെ ഒരു മുട്ട വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണുള്ളത്.
നമ്മളെ പ്രാവിനെ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് കമൻറ്റ് കുറേ ഉണ്ടായിരുന്നു പ്രാവിനെ ഈ കൂട്ടിലിങ്ങനെ അയച്ചു വിടരുന്ന് പറഞ്ഞിട്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് മാറ്റിയോണ്ട് തന്നെ വെറുതെ ഇത് മുട്ടയിട്ടുണ്ട്, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാ അതിൻ്റെ അടിയിലുണ്ട് മുട്ട. നേരത്തെ നമ്മൾ കണ്ടോ എന്താ നമ്മളെ കൂട്ടിലെ ഫസ്റ്റത്തെ മുട്ടയാണ്. നമ്മൾ പ്രാവിന് ഇപ്പം അങ്ങനെ അഴിച്ചു വിടലില്ല. പിന്നെ ഈ പ്രാവിനെ അയച്ചു വിടുമ്പോൾ ഇവർ മറ്റേ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ട് അതിനൊക്കെ പേടിയാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങിനൊക്കെ ബാധിക്കുന്നവർക്ക് കുറേ കമൻറ്റ് വന്നിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റിയിട്ടല്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫീമെയിലും ഇത് മെയിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡോറ് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ നമ്മളെ ഫിഞ്ചസൊക്കെ രാത്രി ആകുമ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ആകുമ്പോൾ ഇതിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിടക്കും. രാത്രി നമുക്ക് എല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ലവേഴ്സിലൊക്കെ ഇതാ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചാൾ ഇവിടെ ഉണ്ട് ഫിഞ്ചസ്. അപ്പോൾ നമ്മളെ കൂട്ടിലെ മുട്ട കണ്ടില്ല, ഫസ്റ്റത്തെ മുട്ടയാണ്. പിന്നെ വേറൊരു കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടിൻ്റെ പുറത്ത് ഒരു മോൺസ്റ്റാർ ഫിഷിൻ്റെ ടാങ്ക് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൻ്റെ ഇവിടുത്തെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മോൺസ്റ്റാറിൻ്റെ അതിലൊരു മീനും കിടപ്പുണ്ട്. മീനിനെ ഇപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഫുള്ള് പായലായിട്ടുള്ള. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ കാണിച്ചു തരാം, ഇത് അടക്കട്ടെ. അപ്പോൾ നമ്മൾ ടാങ്കാണിത്, ഫുള്ള് പായൽ പിടിച്ച് കിടക്കുകയാണ്. പായലല്ല, നമ്മളിതിൻ്റെ അത് കുറച്ച് ചെടികളെടുത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പെരുകിയിട്ട് ഇതിനകത്ത് നമ്മുടെ വലിയൊരു ഫിഷ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പം കാണാൻ പറ്റില്ല എന്തായാലും. പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനൽ എന്തായാലും ഇടുന്നതായിരിക്കും. ഇതിനെ കാണിച്ചിട്ട് ഇത് ഫുള്ള് വൃത്തിയാക്കിയിട്ടുള്ളൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ഫിഷിനെ എന്തായാലും അന്നേരം കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ പായലം നീക്കിയാൽ എന്തായാലും ഇപ്പം കാണത്തില്ല, കുറച്ച് ഇരുടായ സമയമായതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിനകത്ത് ലവ് ബേർഡ്സിന് കുറച്ച് തുളസീൻ്റെ ഇല കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും തുളസീൻ്റെ ഇലയൊന്നുമില്ല, തുളസിയൊന്നും വെച്ചിട്ടില്ല. നമ്മളെ ബെല്ലുമ്മേൻ്റെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലുണ്ട് കുറച്ച് തുളസി. നമുക്ക് അവിടുന്ന് അത് പറിച്ചിട്ട് വരുന്ന ഞാൻ എന്നിട്ട് കൊടുക്കാം. നമ്മളെ ജാവ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ തുളസി പറിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ കുറച്ചുണ്ട്, ഞാൻ കുറച്ച് പറിക്കാം. അത്രക്കാരൊന്നുമില്ല, 2-3 പീസേ ഉള്ളൂ. ഇത് തുളസിയല്ലോ പറഞ്ഞേ. ബാ, ഇവിടെ 2-5 ബാ. അപ്പോൾ കുറച്ച് കിട്ടിയിട്ട് നമുക്ക് ഇതിന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളിതെല്ലാം പറിച്ചിട്ടുണ്ട്, നമുക്ക് കൊടുത്തു നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ തുളസി കൊടുക്കുന്നത്. ബാ, അപ്പോൾ തുളസി പറിക്കാൻ പോയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഓ, അത് എനിക്ക് വേണം തുളസി. നമ്മുടെ ലവ് ബേർഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാവരും പറന്നു വരുന്നുണ്ടാ. ഇത്ര ദിവസം ഇവരിങ്ങനെ കൈമിൽ വരുത്തില്ലല്ലോ. തുളസിന്റെ മണം കേട്ടോണ്ടോളി. വാ, പേടിയുണ്ടോ? പക്ഷേ പേടിയാന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇല്ല, ഒന്നിൻ്റെ അകത്ത് വെച്ചോളൂ. കഴിക്കുന്നുണ്ട്. എടുത്തോട്ടോ അടക്ക തരാൻ വരാം. കഴിക്കണ്ടോ നോക്കട്ടെ. ഇവരിങ്ങനെ നമ്മളെ കൈയിലൊന്നും വന്നിട്ട് കഴിക്കലില്ലേനും. ഇനിയിപ്പോൾ തുളസിക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് നമ്മളറിയില്ല. തൽക്കാലം ഇല്ല, നമുക്ക് ഇതെല്ലാവരും അടുത്തടുത്ത് വരുന്നുണ്ടാ. നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. ഒരു കഴിച്ചോട്ടെ എന്തായാലും. ഈ ഫുഡിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാം. ഓക്കെ, കഴിച്ചോട്ടെ. അരി ഇങ്ങോട്ട് നോറ് വന്ന് കഴിച്ചോട്ടെ. അങ്ങ് വരും. വെള്ളത്തിലട്ടോടത്തിന് അത് വെള്ളാ. അത് നിലത്ത് വെച്ചാൽ ഇനി ഫുഡിലിടണ്ടാവും. ഇവിടെ കയ്പോ ഇവിടെ ഒന്നോട്ടെ, കുറച്ച് നുളങ്ങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തുളസി ഇല്ലാതെ ഇട്ട് വെക്കിണ്ട്. അവർ വന്ന് കഴിച്ചോട്ടെ.
അപ്പൊ ഇവർ കഴിക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ. രണ്ടാളും വന്ന് കഴിക്കുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ട് കേട്ടാ. അപ്പൊ എല്ലാരും ഇതിന്റെ മണം കേട്ടിട്ട് വന്നത്. എല്ലാരും ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കഴിക്കട്ടെ. കുഞ്ഞാറ്റ എനിക്കിൻ്റെ അത് മുട്ട കാണണ എന്നാ വാ, നമ്മളെ പ്രാവ് മുട്ടയിട്ട്. വാ ആരെന്ത് കാണിച്ചു കൊടുത്താ? ഇതാ കാണുന്നുണ്ട്, അടുത്ത് കാണുന്നുണ്ടാ? ചെറുങ്ങനെ തുറന്ന് കാണിച്ചാ. വാ, അതിന്റെ അടിയിലുള്ള ആ പ്രാവിന്റെ. നമ്മളെ പ്രാവ് മുട്ടയിട്ട് അങ്ങനെ. അപ്പൊ ഇതാ നമ്മളെ തുളസി ഇല ഇട്ടുകൊണ്ട് ഇതാ എല്ലാവരും വന്നില്ല, ലവേഴ്സ് എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. ഓ നല്ല അടിയാണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നില്ല തുളസി ഇല. അപ്പൊ ഇവർക്ക് തുളസി ഇല ഭയങ്കര ഇഷ്ടം. നമ്മൾ കുറച്ച് തുളസീൻ്റെ തൈകളുമായിട്ട് എന്തായാലും ഇവിടെ എല്ലാം കുഴിച്ചിടേണ്ട പരിപാടി ഉണ്ട്. എന്തായാലും ഇവർ കഴിച്ചോട്ടെ എന്തായാലും. പിന്നെ നമ്മൾ ഡയമണ്ട് ഒക്കെ എവിടെയുണ്ട്. പിന്നെ നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ മുയലിനെ വാങ്ങിക്കണം. എന്നിട്ട് നമ്മളെ കിളിക്കൂട്ടിൽ മുയലിനെ വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നായിരുന്നു. മുയലിനെ നമ്മൾ വാങ്ങിക്കും, പക്ഷേ ഇപ്പോൾ മഴയത്ത് വാങ്ങിയാൽ എന്തായാലും ഇവർ ഇവിടുന്നെല്ലാം ചളിയൊക്കെ പരങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. മഴ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മുയലിനെ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നതാണ്. പിന്നെ ഏകദേശം രാത്രിയായി, ഇരുടാകാനായി, ഇവരെല്ലാം കയറി ഓരോ കൂടുകളിൽ കയറി കിടക്കുന്നതാണ്. നമ്മൾ ഇവർ അധികം ഇടങ്ങാറൊന്നും ആക്കുന്നില്ല. കൂടി കഴിച്ചോട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട്, അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബായ്. ആര്യ ബൈ പറയാ? കുഞ്ഞാറ്റുണ്ട്, ആര്യയുണ്ട്, കർണയുണ്ട്, നമ്മളെ പക്ഷികളെല്ലാവരും ഉണ്ട്. മിട്ടോ മിട്ടോ മാല് മാറ്റിക്ക.